أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. رب اجعلني مقيم الصلاة ومن ذريتي ربنا وتقبل دعاء. ربنا اغفر لي ولوالدي وللمؤمنين يوم يقوم الحساب. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും അവൻ്റെ വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ ഓരോ ഘട്ടങ്ങളിലും കൃത്യമായി പാലിച്ചുകൊണ്ട് പരമാവധി തഖ്വയുള്ളവരായി ജീവിക്കണേ എന്ന് വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഇബ്രാഹിമിലെ 40-ാമത്തെ ഒരായത്താണ് ഞാനിവിടെ ഓതി വെച്ചത്. അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുകയാണ്, റബ്ബി ജഅൽനി മുഖീമസ്സലാ, അല്ലാഹുവേ എന്നെ നമസ്കാരം നിലനിർത്തുന്നവരിൽ നീ എന്നെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ. എന്നെ മാത്രമല്ല വമിൻ ദുരിയത്തി, എൻ്റെ സന്താന പരമ്പരകളെയും സന്താനങ്ങളെയും. എന്നിട്ട് ഇബ്രാഹിം നബി പറയാണ്, റബ്ബന, ഞങ്ങളുടെ റബ്ബേ, തഖബ്ബൽ ദുആ, എൻ്റെ പ്രാർത്ഥന റബ്ബേ സ്വീകരിക്കണേ. എന്ത് അർത്ഥവത്തായ ഒരു പ്രാർത്ഥനയാണ് ഇത്! നമ്മളും നിർവഹിക്കേണ്ടവരല്ലേ? നമ്മളും നമ്മൾക്ക് വേണ്ടിയും നമ്മുടെ മക്കൾക്ക് വേണ്ടിയും നമ്മുടെ കുടുംബത്തിനു വേണ്ടിയും ആത്മാർത്ഥമായി നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകളിൽ ഒന്നാണിത്. ഒരിക്കലും തള്ളപ്പെടാത്ത പ്രാർത്ഥനകളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല സലാസു ദഅവാതി, 3 പ്രാർത്ഥനകൾ, മുസ്തജാബാത്തുൻ, അത് ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥനകളാണ്, ലാ ശക്ക ഫീഹിന്ന, ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിലൊന്ന് ദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയാണ്. രണ്ടാമത്തേത് വ ദഅവത്തുൽ വാലിദ് അലാ വലദിഹി, ഒരു ബാപ്പ തൻ്റെ മകന് വേണ്ടി അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥനയാണ്. മൂന്നാമത്തെ പ്രാർത്ഥന വ ദഅവത്തുൽ മുസാഫിർ, ഒരു യാത്രക്കാരൻ്റെ പ്രാർത്ഥനയാണ്. ഈ 3 പ്രാർത്ഥനകളും ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥനകളാണ്. അതുകൊണ്ട് തന്നെ നിരന്തരമായി പ്രാർത്ഥിക്കണം. വിശ്വാസികൾ പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനകൾ നടത്തണം എന്ന് നിർദ്ദേശിക്കപ്പെട്ട പ്രാർത്ഥനകളിൽപ്പെട്ടതാണിത്. നമ്മൾക്ക് വേണ്ടിയും നമ്മളെ കുടുംബത്തിന് വേണ്ടിയും നമ്മുടെ മക്കൾക്ക് വേണ്ടിയൊക്കെ ആത്മാർത്ഥമായി നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുള്ള ഒരു പ്രാർത്ഥന ഉണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ അത് പ്രാർത്ഥിക്കാറുമുണ്ട്. റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ഹബ്ലനാ മിൻ അസ്വാജിനാ വ ദുർരിയാത്തിനാ ഖുർറത അയ്യുൻ, പടച്ചോനെ കൺകുളിർമയുള്ള സന്താനങ്ങളെ നൽകി അനുഗ്രഹിക്കണേ അല്ലാ.
എന്തുമാത്രം അർത്ഥവത്തായ പ്രാർത്ഥനയാണ്. നമ്മുടെ ഹൃദയം തൊട്ട് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണിത്. പടച്ചവനെ, കൺകുളിർമ ഉണ്ടാകുന്ന തരത്തിൽ ഉള്ള മക്കളെ നൽകണേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കാൻ നമ്മളോട് നിർദ്ദേശിക്കുകയാണ്. മാത്രമല്ല, വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, മുത്തഖീങ്ങൾക്ക് നേതൃത്വം നൽകാവുന്ന തരത്തിലുള്ള സന്താനങ്ങൾ, അത്തരത്തിലുള്ള മക്കളെ നൽകണ റബ്ബേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം എന്ന് ഖുർആനിലൂടെ ഉത്ബോധിപ്പിച്ച ഒരു സംഗതിയാണ്. നമ്മളിൽ എത്ര പേര് ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷമോ മറ്റ് സമയങ്ങളിലോ ഈ പ്രാർത്ഥന നടത്തുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ നിരന്തരമായി പ്രാർത്ഥിക്കണം. നമുക്കറിയാം, നമ്മുടെ മക്കളെ സംബന്ധിച്ച്, നമ്മുടെ കുടുംബ വിഷയങ്ങളെക്കുറിച്ച് എന്തെല്ലാം പ്രശ്നങ്ങളും പ്രതിസന്ധികളും, ഇതില്ലാത്ത ഒരു കുടുംബവും യഥാർത്ഥത്തിൽ ഇന്ന് കാണാൻ സാധ്യമല്ല. ഒരുപാട് പരീക്ഷണങ്ങളെ നേരിട്ട് കൊണ്ടിരിക്കുന്ന നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കണം. എന്തിനാണ് ഇങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്? ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിങ്ങനെ നിരന്തരമായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അല്ലാഹു ആ പ്രാർത്ഥന സ്വീകരിച്ചു എങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് അല്ലാഹു തആല പരിഗണന നൽകിയെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇരു ലോകത്തും സൗഭാഗ്യം കിട്ടും എന്നതാണ്. ഇഹലോകത്ത് മാത്രമല്ല, അതിനപ്പുറം പരലോകത്തു കൂടി നമ്മൾക്ക് സൗഭാഗ്യം കിട്ടാൻ നമ്മുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചെങ്കിൽ അത് കാരണമായി തീരും എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഭാര്യമാരില്, അതേപോലെ തന്നെ നമ്മുടെ ഭർത്താക്കന്മാരില്, അതേപോലെ തന്നെ നമ്മുടെ മക്കളിലും ഉള്ള ഈ കൺകുളിർമ എന്ന് പറയുന്നത്, ആ കൺകുളിർമ എന്നത് യഥാർത്ഥത്തിൽ മക്കളുടെ അവരുടെ ദീനും അവരുടെ ദുനിയാവിലുമുള്ള ഒരാഫിയത്തിനെ സംബന്ധിച്ചാണ് അത് പരിചയപ്പെടുത്തുന്നത്. ആ നിലക്ക് അതൊക്കെ ലഭ്യമാകണമെങ്കിൽ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് നമ്മൾ അറിയണം. എന്നാൽ മക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മക്കൾ ദീനിയായിട്ടല്ല അവർ വളരുന്നത് എങ്കിൽ അവരിൽ നിന്നൊരിക്കലും നമ്മൾ കൺകുളിർമ, ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുള്ള ഈ ഖുറത്ത് അയ്യുൻ അഥവാ കൺകുളിർമ എന്നത് നമ്മൾ ഒരിക്കലും നമ്മുടെ മക്കളിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ? നമ്മുടെ മക്കൾ നമ്മൾക്ക് ഏറ്റവും ഉപകാരമുണ്ടാകുന്ന തരത്തിലുള്ള നമ്മുടെ മക്കളായി വളരണമെന്നുണ്ടെങ്കിൽ, നമ്മൾക്ക് നമ്മുടെ മക്കൾ ആ ഒരവസ്ഥയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഉത്തരവാദിത്തങ്ങൾ നമ്മൾ നിർവഹിച്ചേ മതിയാകൂ. അവർക്ക് നൽകേണ്ട മതബോധം എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം അത് നമ്മൾ നൽകിയേ മതിയാകൂ എന്നത് നമ്മൾ അറിയണം. ബാപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അത്തരത്തിലുള്ള ഒരു സന്താനം വളർന്നു വരാൻ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്, എല്ലാവരും ചിന്തിക്കുന്നതാണ്. അങ്ങനെയുള്ളവരാകണം. ഞാൻ മരണപ്പെട്ടാൽ എനിക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാൻ എൻ്റെ മകനുണ്ടാകുമോ എന്ന ഒരു ചോദ്യത്തിന് ഒരു ഉത്തരമുണ്ട്. ആ ഉത്തരമാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഞാൻ മരിച്ചാൽ എനിക്ക് ഏറ്റവും അർഹതപ്പെട്ടത്, എനിക്ക് ഞാൻ എന്നെ മയ്യത്തായി കിടക്കുന്ന എനിക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാൻ ഏറ്റവും അർഹതയുള്ളത് എൻ്റെ മകനാണ്. അങ്ങനെ ഉള്ള ഒരു മകനെ വാർത്തെടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എൻ്റെ മകനെ ഞാൻ എല്ലാവരിലും വ്യത്യസ്തമായ വിദ്യാഭ്യാസം നൽകിയിട്ടുണ്ട് എന്ന് നമ്മൾക്ക് അവകാശവാദം ഉന്നയിക്കാൻ കഴിയും. ഇന്ത്യയിൽ പോലുമല്ല എൻ്റെ മകൻ പഠിക്കുന്നത്. എൻ്റെ മകൻ അതിനു മാത്രം വലിയ ഒരു വിദ്യാഭ്യാസം തന്നെയാണ് ഞാൻ നൽകുന്നത് എന്നൊരു പക്ഷേ അഹങ്കാരത്തോടു കൂടിയൊക്കെ ഒരു പക്ഷേ നമ്മൾക്ക് പറയാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് അതിനേക്കാളൊക്കെ അപ്പുറം, ഈ ഇത്തരം ഒരു ചിന്തകൾക്ക് അപ്പുറം
തനിക്ക് വേണ്ടി താൻ മരണപ്പെട്ടാൽ എനിക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാൻ, ഒരു ഇമാമായി നിസ്കരിക്കാൻ എൻ്റെ മകൻ എന്ത് യോഗ്യതയാണുള്ളത് എന്നതിനെ കുറിച്ചുള്ള ഒരാലോചനയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ സന്ദർഭത്തിൽ നടത്തേണ്ടത്. പ്രത്യേകിച്ച് മരണങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചു വരുന്ന ഒരു പ്രത്യേകമായ സമയത്ത് നമ്മൾ ഇന്നിപ്പോ അരമണിക്കൂർ മുമ്പ് കണ്ട ആളെ പിറ്റത്തെ മണിക്കൂറിൽ മയ്യത്തായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്തുമാത്രം പ്രതീക്ഷകളോടുകൂടി നമ്മൾ വളർത്തിയെടുക്കുന്ന നമ്മുടെ മക്കളെ നമ്മൾ മയ്യത്തായിട്ടാണ് നമ്മൾ ആ മക്കളെ സ്വീകരിക്കുന്നത്. തിരിച്ചും അങ്ങനെ തന്നെയാണ്. യാതൊരു രോഗവുമില്ലാത്ത ആളുകൾ പോലും പെട്ടെന്ന് അള്ളാഹുവിന്റെ വിധിക്ക് കീഴടങ്ങിക്കൊണ്ടിരിക്കുന്ന ഇത്തരം മരണത്തിന്റെ ചർച്ചകൾ മാത്രം നിലനിൽക്കുന്ന ഇത്തരം ഒരു സാഹചര്യത്തിൽ നമ്മൾ എടുക്കേണ്ട ചില പ്രതിജ്ഞകളുണ്ട്, ചില തീരുമാനങ്ങളുണ്ട്. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് എനിക്ക് മക്കളുണ്ട്. കുറച്ചൊക്കെ ഒരഹങ്കാരത്തോടു കൂടി പറയാൻ മാത്രം പോന്ന മക്കൾ എനിക്കുണ്ട്. അവരെ സംബന്ധിച്ച് നമ്മൾ പലരോടും പറയാറുണ്ട്, അവരുടെ സമ്പാദ്യത്തെ കുറിച്ച് പറയാറുണ്ട്, അവരുടെ ബാങ്ക് ബാലൻസിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. എന്നാൽ അവര് പരലോകത്ത് നമ്മൾക്ക് സാക്ഷി പറയാൻ, അനുകൂലമായി സാക്ഷി പറയാൻ നമ്മൾ അത്തരത്തിലുള്ള മക്കളെ നമ്മൾ വളർത്തിയെടുത്തിട്ടുണ്ടോ? ദുനിയാവിൽ അവർക്ക് നമ്മൾ എന്തുമാത്രം ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിലും ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു മയ്യത്തിന്റെ ഇമാമായി നിന്ന് നമസ്കരിക്കാൻ എൻ്റെ മക്കൾ അതിനു മാത്രം സജ്ജരായിട്ടുണ്ടോ എന്നതിനെ കുറിച്ചുള്ള ഒരു ചിന്ത ഏത് സമയത്തും നമ്മൾക്ക് അനിവാര്യമാണ് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ അറിയേണ്ടത് നമ്മുടെ മക്കൾ നമ്മൾ വിചാരിച്ച രീതിയിലേക്ക് വരുന്നില്ല എങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അവരെങ്ങനെ അഴിച്ചു വിട്ടേക്കുകയാണോ? അല്ല, നിരന്തരമായി പ്രാർത്ഥിക്കുക, നിരന്തരമായി ആത്മാർത്ഥമായി ഹലാലായ ഭക്ഷണം കഴിച്ച് ഹലാലായ സമ്പാദ്യത്തിലൂടെ നമ്മൾ നേടിയെടുത്ത് അത് നൽകി നമ്മൾ വളർത്തിയിട്ടുള്ള നമ്മുടെ ആ മക്കളെ നേരായ വിധം ആയിത്തീരുന്നതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. عن علي بن أبي طالب رضي الله عنه قال رسول الله صلى الله عليه وسلم رسول الله പഠിപ്പിച്ചു الدعاء سلاح المؤمن. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയിലൂടെ മാത്രമാണ് അവന് രക്ഷ കിട്ടുകയുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പലപ്പോഴും നമ്മൾ വിചാരിച്ച രീതിയിലേക്ക് ആ കാര്യങ്ങൾ നീങ്ങിയിട്ടില്ലെങ്കിൽ നമ്മൾക്കൊരു സ്വഭാവം, നമ്മുടെ പ്രഷർ കൂടും, നമ്മൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും, നമ്മൾ ശപിക്കും, നമ്മൾ പെട്ടെന്ന് പല നിലക്കും ഇടപെടലുകളൊക്കെ നടത്താറുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിച്ചത് തന്നെ നാളെയും വീണ്ടും ആവർത്തിച്ച് പ്രാർത്ഥിക്കണം എന്ന നിർദ്ദേശമുണ്ട് എന്നത് ശരി തന്നെ. എന്നാൽ എതിരിൽ പ്രാർത്ഥിക്കുന്നതിനെ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ പരസ്പരം ശാപവാക്കുകൾ പറയുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായ ഇടപെടലുകളാണ് ഈ രംഗത്ത് നടത്തിയത്. ലാ തദ്ഉ അലാ അൻഫുസികും, നിങ്ങൾക്കെതിരിൽ ഒരിക്കലും നിങ്ങൾ പ്രാർത്ഥിക്കാൻ പാടില്ല. വലാ തദ്ഉ അലാ ഔലാദിഹിം, നിങ്ങളുടെ മക്കൾക്കെതിരിൽ അടിവരയിട്ട് നമ്മൾ അറിയണം. നമ്മുടെ മക്കൾക്കെതിരിൽ എടോ നീ നന്നാവൂലടോ എന്നൊക്കെ പറയുന്ന ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഉന്നയിക്കുന്ന ചില ശാപത്തിന്റെ വാക്കുകളുണ്ട്. അവിടെ നമ്മൾ അറിയണം റസൂലുള്ള പഠിപ്പിച്ചത് വലാ തദ്ഉ, നിങ്ങൾ പ്രാർത്ഥിക്കാൻ പാടില്ല അലാ ഔലാദിക്കും, നിങ്ങളുടെ മക്കൾക്കെതിരിൽ. വലാ തദ്ഉ അലാ അംവാലിക്കും, നിങ്ങളുടെ സമ്പത്തും നിങ്ങൾ നേടിയെടുത്തതിനെ സംബന്ധിച്ചും അതിനെതിരിലും നിങ്ങൾ പ്രാർത്ഥിക്കാൻ പാടില്ല. കാരണം എന്താ? ലാ തുവാഫിഖു മിനല്ലാഹി സാഅതൻ യുസ്അലു ഫീഹാ അതാഉൻ ഫയസ്തജീബു ലക്കും. ഒരു സമയമുണ്ട്. ആ സമയം ഏതാണെന്നറിയുമോ? നിങ്ങൾ ഈ ശാപത്തിന്റെ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുമ്പോ ആ സമയത്ത് അല്ലാഹുവിന്റെ മലക്കുകൾ എങ്ങാനും ആമീൻ പറയുന്ന ഒരവസ്ഥ,
പ്രാർത്ഥനയും ആമീനും തമ്മിൽ ഒരുമിച്ചു വന്നാൽ അല്ലാഹു ആ പ്രാർത്ഥന അങ്ങ് സ്വീകരിക്കും എന്നതുകൊണ്ടാണ് ഒരിക്കലും നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കരുത്. എപ്പോഴാണ് ഇത് ഒത്തുവരിക, എപ്പോഴാണ് ഇവിടെ ഒത്തുവരിക എന്നറിയാൻ കഴിയില്ല. ആ ഒരു സമയം എപ്പോഴാണെന്നറിയില്ല. അതുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് ആ പ്രാർത്ഥനകൾ അങ്ങ് അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുന്ന ഒരു സമയം, ആ സമയത്തെ നിങ്ങൾ പേടിക്കണം. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും എതിരിൽ ദുആ ചെയ്യരുത്, അങ്ങനെയുള്ള പ്രാർത്ഥനകൾ നടത്തരുത് എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു നിർദ്ദേശമാണ്. നമ്മുടെ മക്കൾ, നമ്മുടെ സന്താനങ്ങൾ കൃത്യമായും അള്ളാഹു നമ്മൾക്ക് നൽകിയിട്ടുള്ള ഒരു സമ്മാനമാണ്. ആ ഒരു സമ്മാനം എന്ന നിലയിൽ തന്നെയാണ് നമ്മൾ നമ്മുടെ മക്കളെ നമ്മൾ കാണേണ്ടത്. മാത്രമല്ല, നമ്മുടെ മക്കൾ ജനിച്ചു വീഴുന്നത് ശുദ്ധമായ പ്രകൃതിയിലാണ്, ശുദ്ധ പ്രകൃതിയിലാണ് നമ്മുടെ മക്കൾ പിറന്നു വീഴുന്നത്. ഒരു തെറ്റും അവർ ചെയ്തിട്ടില്ല. പിന്നെ നമ്മുടെ അശ്രദ്ധ കൊണ്ടെങ്ങാനും നമ്മുടെ മക്കൾ വഴിതെറ്റിപ്പോകുന്ന അവസ്ഥ ഉണ്ടായാൽ നമ്മൾ വിരല് കടിച്ച് ഖേദിക്കേണ്ടി വരും എന്ന് നമ്മൾ അറിയണം. ഏതു മക്കളാണ് നന്നാവണ്ട എന്ന് ആരാണ്, ഏത് മക്കളെ കുറിച്ചാണ്, ഏത് രക്ഷിതാവാണ്, ഏത് പിതാവാണ്, ഏത് മാതാവാണ് അത്തരം ഒരു ചിന്ത നടത്തുന്നത്? ഒരിക്കലുമില്ല. എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത് മക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നന്മയും അവരുടെ പുരോഗതിയും അവരുടെ വളർച്ചയും തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പരിശുദ്ധ ഇസ്ലാം വളരെ കൃത്യമായി മുമ്പിൽ വെക്കുന്ന ചില നിർദ്ദേശങ്ങൾ. ഒന്ന്, കൃത്യമായും നമ്മുടെ ഉത്തരവാദിത്തം നിർവഹിക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, മക്കൾക്ക് മതപരമായ ബോധം നൽകിയില്ലെങ്കിൽ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മൾ ഉത്തരം പറയേണ്ടി വരും. മറ്റെന്തൊക്കെ നമ്മൾ നേടിയെടുത്താലും, ഭൗതികമായ എല്ലാ സാഹചര്യങ്ങളും നമ്മൾ നേടിയിട്ടുണ്ടെങ്കിലും മതപരമായ പഠനം നൽകേണ്ടത് മക്കൾക്ക് നൽകിയിട്ടില്ലെങ്കിൽ നമ്മൾ തീർച്ചയായും നാളെ ചോദ്യം ചെയ്യപ്പെടും. അള്ളാഹു അവന്റെ ഗ്രന്ഥത്തിലൂടെ, പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്, യാ അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ, ഖൂ അൻഫുസക്കും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണം. നിങ്ങളെ മാത്രമല്ല, നിങ്ങളെ കുടുംബത്തെയും സൂക്ഷിക്കണം. നിങ്ങളെ മക്കളുടെ കാര്യത്തിൽ അതിനെ തഫ്സീറുകളിൽ അർത്ഥം നൽകിയത്, ഒരുപാട് അർത്ഥങ്ങൾ, വിശദീകരണങ്ങൾ നൽകിയത് കൂട്ടത്തിൽ ഒന്ന് നമ്മൾക്ക് കാണാം. അതായത് അദ്ദിബൂഹും, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കൃത്യമായ അദബ് പഠിപ്പിച്ചു കൊടുക്കണം. ഫഅഹ്സിനു തഅദീബഹും, നിങ്ങൾ അവർക്ക് മര്യാദകൾ പഠിപ്പിക്കുന്നിടത്ത് നിങ്ങൾ നല്ല രൂപത്തിൽ അവരെ വളർത്തിക്കൊണ്ടുവരണം എന്നതാ. ഇത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. അവസാനം നമ്മൾ വിരല് കടിച്ചത് കൊണ്ടായില്ല. നമ്മൾക്ക് എന്താ ഈ ഭൂമിയിലുള്ള സമ്പാദ്യം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധ്യപ്പെടുത്തിയിട്ടില്ലേ? നമ്മുടെ ബാങ്ക് ബാലൻസ് ആണോ, അല്ലെങ്കിൽ നമ്മുടെ ബിൽഡിങ്ങുകളാണോ, നമ്മുടെ മറ്റ് സമ്പാദ്യങ്ങളാണോ ഇത് നമ്മൾക്ക് നാളെ സാക്ഷി പറയും എന്നാരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. എന്നാൽ ആത്മാർത്ഥമായി തനിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഒരു സ്വാലിഹായ സന്താനത്തെ വളർത്തിയെടുക്കാൻ ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഈ ഭൂമിയിൽ വെച്ച് അവൻ നേടിയെടുക്കുന്ന ഏറ്റവും വലിയ വിഭവമെന്ന്, സമ്പാദ്യമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഉത്തരവാദിത്തം നമ്മൾ നിർവഹിക്കുന്നുണ്ടോ? നമ്മളാണ് അറിയേണ്ടത്. സ്വന്തം നെഞ്ചത്ത് കൈവച്ച് നമ്മൾ ചിന്തിക്കണം, ഞാൻ എൻ്റെ മക്കളെ ഞാൻ ഏതെല്ലാം രീതിയിലാണ് അവർക്ക് നാളെ പരലോകത്ത് മോക്ഷം കിട്ടാൻ, അതിലൂടെ എനിക്ക് രക്ഷ കിട്ടാൻ, എനിക്കൊരു സമാധാനം കിട്ടാൻ ഞാൻ എന്താ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് ഓരോരുത്തരും, ഞാനടക്കം, നെഞ്ചത്ത് കൈവച്ച് നമ്മൾ ചിന്തിക്കണം. ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത്, അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധ്യം നമ്മുടെ മക്കൾക്ക് ചെറുപ്പത്തിൽ തന്നെ നൽകണം. തൗഹീദ്, വഹ്ദത്ത്, അള്ളാഹുവിന്റെ ഏകത്വത്തെ കുറിച്ചുള്ള കൃത്യമായ ബോധ്യം മക്കൾക്ക് നൽകണം. നമുക്കറിയാം, ഖുർആൻ പരിചയപ്പെടുത്തുന്ന ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം, ലുഖ്മാനുൽ ഹക്കീമിനെ സംബന്ധിച്ച് ഖുർആൻ സൂറത്തുൽ ലുഖ്മാൻ, ഒരു ലുഖ്മാൻ എന്ന പേരിൽ തന്നെ ഒരു സൂറത്ത്,
ആ സൂറത്തിൽ ലുഖ്മാനുൽ ഹക്കീം തന്റെ മകനെ വിളിച്ച് ഉപദേശിക്കുന്ന ഉപദേശം നമ്മൾക്ക് ഖുർആനിൽ കാണാം. വഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി, ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകനോട് പറയുകയാണ്, വഹുവ യഇലുഹു, ആ മകനെ ഉപദേശിക്കുകയാണ്, യാ ബുനയ്യ, യാ ബുനയ്യ. എന്തുമാത്രം സ്നേഹത്തോടു കൂടിയാണ് മകനെ വിളിച്ച് ലുഖ്മാൻ അലൈഹിസ്സലാത്തു പറയുന്നത്, എന്റെ പൊന്നുമോനെ, ലാ തുശ്രിക് ബില്ലാഹ്, നീ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. ഒന്നാമത്തെ പാഠമാണത്, ഒന്നാമത്തെ അധ്യായമാണത്. ഏകത്വത്തിലുള്ള വിശ്വാസം, തൗഹീദിന് അധിഷ്ഠിതമായി പ്രവർത്തിക്കണം എന്നത് അതൊന്നാമത്തെ കൽപ്പനയാ. ലാ തുശ്രിക് ബില്ലാഹ്, എന്റെ പൊന്നുമോനെ, ഏത് നിർണായക ഘട്ടത്തിലും ഏത് സങ്കീർണതകളിലും നീ ഒരിക്കലും നിന്റെ വിശ്വാസം കൈവിട്ടു പോകരുത്, നീ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. കാരണം ഇന്ന ശിർക ലളുൽമുൻ അലീം, തീർച്ചയായും ശിർക്ക് എന്നത് ഏറ്റവും വലിയ അപകടകരമായ അങ്ങേയറ്റത്തെ പാതകമാണ് എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. നബിമാരെ ചരിത്രം എടുത്തു പരിശോധിച്ചു നോക്കൂ. എല്ലാ നബിമാരും മക്കളെ വിളിച്ച് നടത്തിയ ഒന്നാമത്തെ ഉപദേശം നമുക്ക് ഖുർആനിൽ കാണാം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഉപദേശം, വവസ്വാ ബിഹാ ഇബ്രാഹിമു ബനീഹി, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം മക്കളെ വിളിച്ചു നൽകിയ ഉപദേശം. ഒന്നാമതായി നമ്മൾ അറിയേണ്ടത്, അവരുടെ ഉപദേശ നിർദ്ദേശങ്ങൾ ഖുർആനിൽ എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. ഒരിടത്ത് കാണാം, വഉമുർ അഹ്ലക, നീ നിന്റെ കുടുംബത്തോട് നമസ്കാരത്തെ പറ്റി പറയണം, നമസ്കാരം പഠിപ്പിക്കണം എന്ന് പഠിപ്പിച്ചതായി കാണാൻ സാധിക്കും. ഇത് നമ്മുടെ ഒരു ബാധ്യതയല്ലേ? നമ്മുടെ വീട്ടിൽ ഒരു നമസ്കാരത്തിന്റെ, പള്ളിയിൽ വരാത്ത ആളുകൾ ഉണ്ടല്ലോ, പള്ളിയിൽ പോകണം എന്നത് തന്നെയാണ് ഒന്നാമതായി നമ്മൾ അറിയേണ്ടത്. ബാങ്ക് കേൾക്കുന്ന വീട്ടുകളിൽ പള്ളിയിൽ പോവുക എന്നത് നിർബന്ധമാണ്, അതിലൊരു വിട്ടുവീഴ്ചയുമില്ല. പക്ഷേ നമ്മുടെ പള്ളി, നമ്മുടെ വീട് അത്തരത്തിലുള്ള ഒരു ഇസ്ലാമികമായ ചുറ്റുപാട് നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷം നമ്മുടെ വീട്ടിലുണ്ടോ? നമ്മുടെ മക്കളെ നമ്മൾ വിളിച്ചുണർത്തി നമസ്കരിപ്പിക്കുന്നുണ്ടോ? നമ്മുടെ ഭാര്യമാർ, നമ്മുടെ മറ്റുള്ള ആളുകൾ ഇതിനുള്ള ഒരു സാധ്യത അവിടെ ഒരുക്കുന്നുണ്ടോ? ഇതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടില്ലെങ്കിൽ ആരാണ് ഇതിന്റെ ഉത്തരവാദി? ആരാണ് ഇതിന്റെ കാരണക്കാർ? നമ്മൾ അറിയണം. എല്ലാ പ്രവാചകന്മാരും ചെയ്തത് ഇത് തന്നെയാ. മക്കളെ വിളിച്ചുപദേശിക്കും, മക്കളെ വിളിച്ചു പറഞ്ഞയക്കും. എല്ലാവരും ചെയ്ത ഒന്നാമത്തെ കാര്യം എന്താ? നിസ്കരിക്കാൻ പഠിപ്പിക്കല, അവരെ നിസ്കരിക്കാൻ പറയലാണ്. കാരണം എന്താണെന്നറിയോ? നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ഹാജരാക്കപ്പെടുമ്പോ ഒന്നാമതായി ചോദ്യം ചെയ്യപ്പെടുന്നത് നമസ്കാരത്തെ കുറിച്ചാണ്. പക്ഷേ ഇതെത്ര പേര് നമ്മളിൽ കൃത്യമായി നിർവഹിക്കുന്നു? മോനോട് എപ്പോഴെങ്കിലും മോനെ നമസ്കരിച്ചോ എന്ന് നമ്മൾ ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ചോദിക്കണ്ടേ? അത് നമ്മുടെ ഉത്തരവാദിത്തമല്ലേ? യാ ബുനയ്യ അഖിമിസ് സ്വലാ, ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം മോനോട് പറഞ്ഞു, മോനെ, പൊന്നാര മോനെ, നീ നമസ്കരിക്കണം എന്നല്ല പറഞ്ഞത്. അഖിമിസ് സ്വലാ, നമസ്കാരം നിലനിർത്തണം. ടൈം വെച്ചിട്ടുണ്ട്, സമയബന്ധിതമായി അത് നിർവഹിക്കണമെന്ന മാത്രമല്ല റസൂൽ പറഞ്ഞല്ലോ, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, മുർസിബിയാനകും ബിസ്സലാ, നിങ്ങൾ നിങ്ങളുടെ മക്കളോട് നിസ്കാരം കൽപ്പിക്കണം. ലിസബഈൻ, 7 വയസ്സാകുമ്പോ, വദരിബൂഹും അലൈഹാ ബിഅശർ, 10 വയസ്സായിട്ടും കുട്ടികൾ ഇത് മൈൻഡ് ചെയ്യണില്ലെങ്കിൽ രക്ഷിതാക്കൾക്ക് അതിന്റെ ഉത്തരവാദിത്തമുണ്ട്, മാതാപിതാക്കൾക്ക് അതിന്റെ ഉത്തരവാദിത്തമുണ്ട്. ഇത്തിരിയൊക്കെ വേദനിപ്പിച്ചിട്ട് നമസ്കാരം പഠിപ്പിക്കണം. അദ്ദിബുഹും, അവരെ സംസ്കാരം പഠിപ്പിക്കണം. അവർക്ക് എന്താണ് ദീനി എന്ന് കൃത്യമായി അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതിനെന്താ ചെയ്യേണ്ടത്? ഒന്നാമതായി വളരെ സിമ്പിളാണ്, നമ്മൾ മാതൃകയാവണം മക്കൾക്ക്. പ്രശ്നം തീർന്നു. നമ്മൾ മക്കൾക്ക് മാതൃകയാണോ അല്ലേ? ഈ ചോദ്യത്തിനൊരു ഉത്തരമുണ്ട്. ആ ഉത്തരം നമ്മൾ റെഡിയാക്കിയാൽ പ്രശ്നം തീർന്നേ. പിറ്റേന്ന് രാവിലെ മക്കൾ നമ്മളുടെ കൂടെ നിസ്കരിക്കാനുണ്ടാകും, ഒരു സംശയവുമില്ല. നമ്മൾ ഒന്നാമതായി നമ്മൾ മാതൃകയാകണം മക്കൾക്ക്. ഇനി മക്കളെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കണം. തന്റെ മക്കളുടെ കൂട്ടുകാരാരാ, നമ്മുടെ മക്കളുടെ ചങ്ങാതിമാർ ആരൊക്കെയുണ്ട്, അവരെ കുറിച്ചുള്ള കൃത്യമായ ഒരു ലിസ്റ്റ് ഉണ്ടാകണം. ഇത് ഞാൻ പറഞ്ഞതല്ല, മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു
അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറഞ്ഞു, അർ-റജുലു അലാ ദീനി ഖലീലിഹി, ഏതൊരാളും അവനവന്റെ ചങ്ങാതിമാരുടെ മതത്തിലോ അവന്റെ ചര്യയിലോ ആയിട്ടാണ്. ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും, ചാണകം ചാരിയാൽ ചാണകം മണക്കും എന്നത് ഒരാപ്തവാക്യമാണെങ്കിലും ഹദീസുമായി തട്ടിച്ചു നോക്കുമ്പോ അതൊരു ശരിയാ. ഒരു ചങ്ങാതി ഉണ്ടെങ്കിൽ അവന്റെ കൂടെയാണ് നടക്കുന്നതെങ്കിൽ ആ ചങ്ങാതി അവന്റേതായ ചര്യയിലൂടെയാണ് അവൻ സഞ്ചരിക്കുക. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഫൽയൻദുർ, ഓരോരുത്തരും നോക്കണം, അഹദുക്കും, നിങ്ങളിലുള്ള ഓരോരുത്തരും നോക്കണം, മയ്യുഖാലിലു, നിന്റെ മോന്റെ ചങ്ങാതി ആരാണ്, നിന്റെ മോന്റെ കൂട്ടുകാരി, നിന്റെ മോളെ കൂട്ടുകാരി ആരാണ് എന്ന് നോക്കേണ്ട ഒരു ഉത്തരവാദിത്തം ഒരു പിതാവിനുണ്ട്, ഒരു മാതാവിനുണ്ട്. ഇതാണ് നമ്മൾ അറിയേണ്ടത്. ഈ ഉത്തരവാദിത്തങ്ങൾ വളരെ കൃത്യമായി നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടകരമായ അവസ്ഥയെ നമ്മൾ നേരിൽ കാണേണ്ടി വരുമെന്നത് യാതൊരു സംശയവുമില്ല. അനാവശ്യമായ കൂട്ടുകെട്ടും അപകടകരമായ ഇടപെടലുകളുമാണ് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ക്രൂരമായ സ്വഭാവം മക്കളിൽ വളർന്നു വരുന്നത്, അല്ലേ, ക്രിമിനൽ സ്വഭാവം മക്കളിൽ വളർന്നു വരുന്നത്, ഇതിനൊക്കെ ചില സാഹചര്യങ്ങളുണ്ട്. ഈ അവസ്ഥകളെ കുറിച്ച് രക്ഷിതാക്കൾ കൃത്യമായി പഠിച്ച് കൃത്യമായ ട്രീറ്റ്മെന്റ്, ചികിത്സ നടത്തി നല്ലൊരു അന്തരീക്ഷം നമ്മുടെ വീട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാക്കിയാൽ അവിടെയാണ് സമാധാനം ഉണ്ടാവുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലൈഹി നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ സാനിയം ബിത്തഖ്വല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹത്തിൻ്റെ ഒരു ഉപദേശം സൂറത്ത് ബഖറയിലെ 133-ാം സൂക്തത്തിൽ നമുക്ക് കാണാം. അം കുൻതും ശുഹദാ ഇത് ഹലറ യാക്കൂബ് അൽ മൗത്ത്. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മരണമാസന്നമായ നിലയിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ അവിടെ സാക്ഷികളായിട്ടുണ്ടായിരുന്നോന്നാണ് അള്ളാഹ് ചോദിക്കുന്നൊരു ചോദ്യം. എന്തിനാണെന്നറിയോ? അദ്ദേഹം മക്കളോട് പറഞ്ഞ ഒരു ഉപദേശം, അത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഖുർആൻ അങ്ങനെ പറഞ്ഞത്. ഇത് ഖാലലി ബനി, യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മരിക്കാൻ കിടക്കുക, എല്ലാ മക്കളെയും ഇങ്ങോട്ട് വിളിച്ച്, ഇത് ഖാലലി ബനി, എല്ലാ മക്കളെയും വിളിച്ച്, എല്ലാ മക്കളും യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുത്തേക്ക് വന്നു. അവരെ വിചാരിച്ച്, നമ്മളെന്നാണെങ്കിൽ എന്താ വിചാരിക്കുക, ഓ വാപ്പ എന്തെങ്കിലും തരാനുണ്ടാവും, അല്ലെങ്കിൽ സ്വത്ത് റെഡിയിൽ തരാൻ വേണ്ടിയിട്ടായിരിക്കും. ഇഷ്ടമുള്ളവരും ഇഷ്ടമല്ലാത്തവരും പല കോലത്തിലും പേനയും പേപ്പറും ബുക്കും ഒക്കെ ആയിട്ട് പോണവരുണ്ടാവും. എന്തെങ്കിലും പറയുന്നത് കേട്ട അങ്ങനെ എഴുതി വെക്കാൻ പോണവരുണ്ടാവും. പല കോലത്തിലും ഇന്നത്തെ സാഹചര്യം അതാണ്. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കളെല്ലാവരെയും വിളിച്ച് ചോദിച്ച ഒന്നാമത്തെ ചോദ്യം, മാ തഅബുദൂന മിൻ ബഅദി, മക്കളെ ഞാൻ മരിക്കാൻ പോവാ, എൻ്റെ മരണം ആസന്നമായി, ഞാൻ മരിച്ചാൽ നിങ്ങൾ ആരെയാണ് വിളിച്ചു പ്രാർത്ഥിക്കുക? മക്കൾക്ക് ബാപ്പ കൊടുക്കുന്ന ഒരു വസിയത്തായത്. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കളെ വിളിച്ചിട്ട് നൽകുക, മാ തഅബുദൂന മിൻ ബഅദി. ഇന്ന് ഒരു ഉപദേശം മക്കൾക്ക് കൊടുത്താൽ 10 മക്കളാണെങ്കിൽ 10-ഉം 10 അഭിപ്രായം ഉണ്ടാവും. ഈ വിഷയത്തിലല്ല, വേറെ ഏത് വിഷയമാണെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളില്ലാത്തൊരു സംഗതി ഉണ്ടാവില്ല. ഇവിടെ യാക്കൂബ് നബിൻ്റെ മക്കളിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ഉണ്ടായില്ല. കാലു അവർ ഒന്നാകെ ഒറ്റ വാക്കിൽ എല്ലാവരും ഒരുമിച്ച് മറുപടി പറഞ്ഞു, നഅ്ബുദു, ഞങ്ങൾ ആരാധിക്കും, ഇലാഹക്ക. ബാപ്പനോട് പറയാ, ബാപ്പ നിങ്ങൾ ഈ കാലം അത്രയും ആരെയാണോ വിളിച്ചു പ്രാർത്ഥിച്ചത്, ആ ഇലാഹിനെ, ആ ആരാധ്യനെ ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കും. അല്ല വ ഇലാഹ ആബായിക, അങ്ങയുടെ ഉപ്പാപ്പ വിളിച്ചു പ്രാർത്ഥിച്ച ആ ആരാധ്യനായ അള്ളാഹുവിനെയാണ് ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുക. ഇബ്രാഹിമ വ ഇസ്മായിൽ, ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും വ ഇസ്ഹാഖ് നബിയും ഇലാഹം വാഹിദാ, ഏകനായ റബ്ബിനെയാണ് വിളിച്ചു പ്രാർത്ഥിച്ചതെങ്കിൽ ആ റബ്ബിനെയാണ് ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുക. വനഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ മുസ്ലിമായി ജീവിക്കും. ഇതൊരു അന്തസ്സിന്റെ, ഇതൊരു അഭിമാനത്തിന്റെ വർത്തമാനമാണ്. നമ്മുടെ ഒരു ഐഡന്റിറ്റിയാണിത്.
ഞാൻ മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കുക എന്നുള്ളത്. ഞാനൊരു മുസ്ലിമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സമയമുണ്ട്. നമ്മൾ നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒന്നാമത്തെ ദുആഉൽ ഇഫ്തിതാഹിൽ വഅന മിനൽ മുസ്ലിമീൻ. ആരെങ്കിലും അതിന്റെ അർത്ഥം ഓർത്തിട്ടുണ്ടോ? വജ്ജഹ്തു ഇങ്ങനെ ചൊല്ലി വന്നിട്ട് വഅന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമാണ് എന്ന് പറയുന്ന ആ ഒരു പ്രതിജ്ഞയുണ്ടല്ലോ. നിസ്കാരം കഴിഞ്ഞ ഉടനെ മുസ്ലിമിന് പാടില്ലാത്തത് ചെയ്യുന്ന നമ്മൾ, അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഞാൻ അള്ളാഹുവിനോട് ഏറ്റെടുത്തിട്ടുള്ള ഈ പ്രതിജ്ഞയിൽ ഞാൻ എന്തുമാത്രം നീതി കാണിക്കുന്നുണ്ട് എന്നതിനെ കുറിച്ച് നമ്മൾ അറിയണം. അപ്പോ മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കും എന്ന് ആർജവത്തോടു കൂടി അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് അവനെ മാത്രം വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തി, അവൻ ഇഹലോകത്തും പരലോകത്തും അവൻ സുരക്ഷിതനാണ് എന്നതാണ് ഈ ഖുർആനിന്റെ ആയത്തുകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യം മനസ്സിലാക്കി ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖികളിൽ മുഅ്മിനുകളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കൺകുളിർമയേകുന്ന മക്കളെ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മക്കളിൽ എന്തെങ്കിലും ഒക്കെ പോരായ്മകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അള്ളാഹു തആല വിട്ടു പുറത്ത് മാപ്പാക്കി തെരുമാറാവട്ടെ. സന്തോഷത്തോടു കൂടി വളരെ സ്നേഹത്തോടു കൂടി പരസ്പരം ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം. അള്ളാഹുവിൻ്റെ അനുഗ്രഹം മാത്രമേ അതിന് മാർഗമായിട്ടുള്ളൂ. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗികളായി കിടക്കുന്ന എത്രയോ ആളുകൾ വീടുകളിലും ആശുപത്രികളിലും അല്ലാഹു തആല അവിടെ രോഗങ്ങൾക്കൊക്കെ ശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണത്തിന് കീഴടങ്ങിയിട്ടുള്ള എത്രയെത്ര ആളുകൾ ഇപ്പോഴും മയ്യത്ത് നമസ്കാരം ജുമാ കഴിഞ്ഞാൽ കണ്ണോത്തുപള്ളിയിൽ അജുവിൻ്റെ നമസ്കാരം നടക്കാൻ പോകും. അങ്ങനെ ഓരോരുത്തരും അള്ളാഹുവിൻ്റെ ഇന്ന് കണ്ടവരെ നാളെ കാണാത്ത, ഇന്നലെ കണ്ടവരെ ഇന്ന് കാണാൻ കഴിയാത്ത അത്രയ്ക്കും പ്രയാസമായ ഒരവസ്ഥയിലാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്കും അവൻ്റെ അലംഘനീയമായ വിധികൾക്കും കീഴ്പ്പെടുകയല്ലാതെ മറ്റൊരു വഴിയും ഇല്ല. റബ്ബേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾ, മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സ്നേഹനിധികൾ എല്ലാവർക്കും അള്ളാഹുവെ മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെ അനുഗ്രഹിക്കണേ. അള്ളാഹ് ഓരോരുത്തരുടെയും മരണമുഖേനെ അവരുടെ കുടുംബത്തിനുണ്ടായ എല്ലാവിധ വിഷമതകളും അള്ളാഹുവെ ദൂരീകരിച്ചു കൊടുക്കണേ റബ്ബേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اجعلنا من المسلمين واجعلنا من المتقين واجعلنا من المخلصين. اللهم مقلب القلوب ثبت قلوبنا على دينك. اللهم مصرف القلوب صرف قلوبنا على طاعتك. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.